ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു കരിയർ ലൈൻ കേരള. MG യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വന്നിരിക്കുന്ന 2 ജോബ് നോട്ടിഫിക്കേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ജോബിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് അറിയുന്നതിനായി വീഡിയോ അവസാനം വരെ കാണുക. ഇതുപോലുള്ള ജോബ് റിലേറ്റഡ് നോട്ടിഫിക്കേഷൻസ് ആദ്യം തന്നെ ലഭിക്കുന്നതിനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ മാസം വരുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസും നമ്മൾ പ്ലേലിസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും മിസ്സാവാണ്ടിരിക്കാനായിട്ട് പ്ലേലിസ്റ്റ് നോക്കുക. ആൻഡ് നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് കിട്ടാനായിട്ട് ബെൽ ബട്ടൺ അമർത്തുക. സോ ഇതിനകത്ത് വന്നിരിക്കുന്ന 2 നോട്ടിഫിക്കേഷനാണ്. നിങ്ങൾക്ക് MG യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോയി കഴിയും. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ MG യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ MG യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റും അതുപോലെ തന്നെ നമ്മുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻസും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റായിട്ട് തന്നെ പിൻ ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡയറക്റ്റായിട്ട് അതിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾ MG യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റിലേക്ക് വരുമ്പോൾ ഇവിടെ വാക്കൻസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ വാക്കൻസീസിൽ നിങ്ങൾ എൻ്റർ ആയി കഴിഞ്ഞാൽ ഓരോ ദിവസവും വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ വാക്കൻസീസ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഇവിടെ തന്നെ ഉണ്ടാവും. ഇതിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള 2 വാക്കൻസീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യത്തെ വാക്കൻസി എന്ന് പറയുന്നത് റിസർച്ച് അസോസിയേറ്റ് പോസ്റ്റിലേക്കാണ്. ഇത് ഒരു കോൺട്രാക്ട് ബേസ്ഡ് ജോബാണ്. 1 ഇയർ കോൺട്രാക്റ്റ് ആണ് വരുന്നത്. അത് നിങ്ങളുടെ പെർഫോമൻസ് ഇവാലുവേഷൻ അനുസരിച്ച് 3 ഇയേഴ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് 27/9/2025 വന്ന നോട്ടിഫിക്കേഷനാണ്. ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ ഫിസിക്സ് ഓർ പോളിമർ സയൻസ് ഉണ്ടായിരിക്കണം. കൂടാതെ PhD ഉണ്ടായിരിക്കണം. പോളിമർ സയൻസ് അല്ലെങ്കിൽ നാനോ ടെക്നോളജി അതല്ലെങ്കിൽ എനർജി മെറ്റീരിയൽസിൽ നിങ്ങൾക്ക് PhD ഉണ്ടായിരിക്കണം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു ഹൈ സ്റ്റാൻഡേർഡ് വർക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവണം. ഇത്രയും ക്വാളിഫിക്കേഷൻസ് എസെൻഷ്യൽ ആണ്. ഇതിനെ കൂടാതെ നിങ്ങൾക്ക് പോസ്റ്റ് ഡോക്ടറൽ എക്സ്പീരിയൻസും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു ആഡ് ഓൺ ബെനിഫിറ്റ് ആയിരിക്കും. നമ്പർ ഓഫ് വാക്കൻസി ഒരു വാക്കൻസിയാണ് വരുന്നത്. ഏജ് ലിമിറ്റ് വരുന്നത് 50 വയസ്സാണ്. ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ്. ആൻഡ് റെമ്യൂണറേഷൻ വരുന്നത് 60,000 രൂപയാണ്. ഒരു മാസം 60,000 രൂപയായിരിക്കും നിങ്ങളുടെ പേയ്മെൻറ്റ് വരുന്നത്. ആൻഡ് പീരീഡ് ഓഫ് എൻഗേജ്മെൻറ്റ് 1 ഇയർ ആയിരിക്കും ഇനിഷ്യലി നിങ്ങളുടെ കോൺട്രാക്റ്റ്. അത് നിങ്ങളുടെ പെർഫോമൻസിന് ഇവാലുവേഷൻ അനുസരിച്ച് 3 ഇയേഴ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്തേക്കാം. അപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് നിങ്ങളുടെ നോട്ടിഫിക്കേഷന് കൂടെ ഈ ഒരു നോട്ടിഫിക്കേഷന് കൂടെ ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാവും. ആ ആപ്ലിക്കേഷൻ ഫോമും അതുപോലെ തന്നെ നിങ്ങളുടെ ഏജ്, കമ്മ്യൂണിറ്റി, റിസർവേഷൻ, ക്വാളിഫിക്കേഷൻ, മാർക്ക് ലിസ്റ്റും ഡിഗ്രി സർട്ടിഫിക്കറ്റ്സും സ്പെഷ്യലൈസേഷൻ അതുപോലെ തന്നെ പ്രൂഫ് ഓഫ് ജേർണൽസ് നിങ്ങൾ പബ്ലിഷ് ചെയ്ത ജേർണൽസിൻ്റെ പ്രൂഫ്, അതിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും അവാർഡ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രൂഫുകൾ, അതുപോലെ തന്നെ CGPA to പെർസെൻറ്റേജ് കൺവേർഷൻ്റെ പ്രൂഫ്, വേറെ എന്തെങ്കിലും അഡീഷണൽ ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രൂഫ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഹാർഡ് കോപ്പീസും ഈ ഒരു നോട്ടിഫിക്കേഷന് കൂടെ തന്നെ കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോമും ഫില്ല് ചെയ്തതിന് ശേഷം ഈ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലേക്ക് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, പ്രിയദർശിനി ഹിൽസ് PO കോട്ടയം, ഈ ഒരു അഡ്രസ്സിലേക്ക് നിങ്ങൾ പോസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടതാണ്. ഈ പോസ്റ്റ് അയക്കുന്ന സമയത്ത് നിങ്ങളുടെ പോസ്റ്റിന് പുറത്തായിട്ട് എൻവലപ്പിന് പുറത്തായിട്ട് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് റിസർച്ച് അസോസിയേറ്റ് ഓൺ കോൺട്രാക്ട് ഇൻ ദ സ്കൂൾ ഓഫ് എനർജി മെറ്റീരിയൽസ് എന്ന് നിങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ടാവണം. അത് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 15 ഡേയ്സ് ആണ്. നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ റിലീസ് ആയതിനു ശേഷം 15 ദിവസത്തിനുള്ളിലാണ് ഇത് ചെയ്യേണ്ടത്. അപ്പം ഏകദേശം 12-ാം തീയതി വരെ ആയിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ടൈം ഉണ്ടായിരിക്കുക. ആപ്ലിക്കേഷൻ വിത്തൗട്ട് കോപ്പീസ്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പീസ് ഒന്നും ഇല്ലാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻ വരികയാണെങ്കിൽ അത് അവർ കംപ്ലീറ്റ് ആയിട്ട് റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഈ കൊടുത്തിരിക്കുന്നതാണ് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത്. നിങ്ങളുടെ നെയിം കൊടുക്കുക, അഡ്രസ്സ്, അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും കൊടുക്കാം. ഇതിൻ്റെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുന്നത് ഇമെയിൽ ഐഡിയും അതുപോലെ തന്നെ മൊബൈൽ നമ്പർ യൂസ് ചെയ്തിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ വാലിഡ് ആയിട്ടുള്ളത് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കാം. റിസർവേഷൻ ഉണ്ടെങ്കിൽ റിസർവേഷൻ കാറ്റഗറി കൊടുക്കുക. പോസ്റ്റ് ഗ്രാജുവേഷൻ സ്പെഷ്യലൈസ് ചെയ്ത സബ്ജക്റ്റ് ഏതാണെന്നുള്ളത് കൊടുക്കുക. പെർസെൻറ്റേജ് ഓഫ് മാർക്സ് ഒബ്റ്റെയിൻഡ് ഇൻ PG, അതുപോലെ തന്നെ നിങ്ങൾ നെറ്റ് ക്വാളിഫൈഡ് ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. PhD ഡിഗ്രി ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. എക്സ്പീരിയൻസ്, ടീച്ചിങ് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുക്കുക. നിങ്ങൾ എത്ര പബ്ലിക്കേഷൻസ് ചെയ്തിട്ടുണ്ട് ആ പബ്ലിക്കേഷൻസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് സിഗ്നേച്ചർ കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ നിങ്ങൾ എന്തൊക്കെയാണോ ഫില്ല് ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ ഡോക്യുമെൻറ്റ്സും നിങ്ങൾ കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് വരുന്നത്. രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് MG ഇന്നോവേഷൻ ഫൗണ്ടേഷന് കീഴിൽ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് പോസ്റ്റാണ്. വീഡിയോ റെക്കോർഡിംഗ് ഓർ എഡിറ്റിംഗ് പോസ്റ്റാണ് ഇതിനകത്ത് വരുന്നത്. ഇത് ഒരു കോൺട്രാക്ട് ബേസ്ഡ് ജോബ് തന്നെയാണ്. 1 വർഷത്തെ കോൺട്രാക്റ്റാണ് വരുന്നത്. നിങ്ങളുടെ പെർഫോമൻസിനനുസരിച്ച് റിന്യൂവൽ ഉണ്ടായേക്കാം.
ആൻഡ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാവും. ആൻഡ് ഇത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് MGUIF വെബ്സൈറ്റ്, അതായത് ഈ ഒരു വെബ്സൈറ്റ് ലിങ്ക് നിങ്ങൾക്ക് എൻ്റർ ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു ലിങ്കൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എൻ്റർ ചെയ്യാനായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ ലിങ്ക് ഉണ്ടാവും. ആ സിംഗിൾ ലിങ്കിലായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ എല്ലാ ലിങ്ക്സും നമ്മൾ അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് എന്ന് പറഞ്ഞിട്ടൊരു ടാബ് ഉണ്ടാവും. ആ ടാബിനകത്ത് നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ ലിങ്കും അതുപോലെ തന്നെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻസും എല്ലാം തന്നെ അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. സോ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ MG യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എൻ്റർ ചെയ്യാവുന്നതുമാണ്. അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ആപ്ലിക്കേഷൻ വെബ്സൈറ്റ് വഴി സബ്മിറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവർക്ക് ഇമെയിൽ ചെയ്ത് കൊടുക്കാം. hr@mguif.com എന്ന ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇമെയിലായിട്ടും അയച്ചു കൊടുക്കാവുന്നതാണ്. ഒക്ടോബർ 17 വരെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ടൈം ഉള്ളത്. അതിൻ്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസും ക്വാളിഫിക്കേഷൻസും സ്കിൽസും നോക്കാം. പോസ്റ്റ് വരുന്നത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് വീഡിയോ റെക്കോർഡിംഗ് ആൻഡ് എഡിറ്റിംഗ് പോസ്റ്റാണ്. ഒരു വാക്കൻസിയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. നിങ്ങളുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡെവലപ്മെൻറ്റ് ഓഫ് കണ്ടന്റ് സെൽഫ് ലേണിംഗ് മോഡ്യൂൾസ് ഫോർ അക്കാഡമിക് പ്രോഗ്രാംസിന് വേണ്ടിയിട്ട് മോഡ്യൂൾസ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ റിവ്യൂ, ഷൂട്ടിംഗ്, സ്ക്രിപ്റ്റ് ആൻഡ് റോ മെറ്റീരിയൽസ് ടു ക്രിയേറ്റ്. ഇതൊക്കെ നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കാവുന്നതാണ്. റെക്കോർഡിംഗ് ആൻഡ് ഫൈൻ ട്യൂണിംഗ് ഓഫ് കണ്ടന്റ്, അതുപോലെ തന്നെ റൈറ്റിംഗ്, വോയിസ് ഓവർ കമൻട്രി, ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ എഡിറ്റിംഗ്. ഇതൊക്കെയാണ് നിങ്ങളുടെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് വരുന്നത്. ഇതിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ BA അല്ലെങ്കിൽ BA മൾട്ടിമീഡിയ അല്ലെങ്കിൽ ഇക്വാലന്റ് ഡിഗ്രി ഉണ്ടായിരിക്കണം വിത്ത് 1 ഇയർ എക്സ്പീരിയൻസ്, 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇനി നിങ്ങൾക്ക് BA അല്ല ഡിപ്ലോമയാണ് ഉള്ളതെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കേഷൻ ഇൻ വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇതിൻ്റെ കൂടാതെ നിങ്ങൾ വീഡിയോ റെക്കോർഡിങ്ങിൽ എക്സ്പെർട്ടൈസ് ആയിരിക്കണം. ഫോട്ടോഗ്രാഫി ടൂൾസ് ലൈക്ക് അഡോബ് ക്രിയേറ്റീവ് ക്ലൗഡ്, ഇലുസ്ട്രേറ്റർ, ഫോട്ടോഷോപ്പ്, CS5 ഇതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതുമായിട്ട് നിങ്ങൾ എക്സ്പേർട്ട് ആയിരിക്കണം. അതുപോലെ തന്നെ ആഫ്റ്റർ എഫക്ട്സ്, പ്രീമിയർ പ്രോ, സ്പാർക്ക് ഇതിലൊക്കെ നിങ്ങൾ എക്സ്പെർട്ടൈസ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് ഇത് കൂടാതെ നിങ്ങൾക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ആണ് അഡീഷണൽ സർട്ടിഫിക്കറ്റ്സ്. ഈ ഒരു റിലവൻറ്റ് ഫീൽഡിലുള്ള അഡീഷണൽ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു ആഡ് ഓൺ ബെനിഫിറ്റ് ആയിരിക്കും ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ. അതുപോലെ തന്നെ പ്രിയർ എക്സ്പീരിയൻസ്, കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അക്കാഡമിക് കണ്ടന്റ് അല്ലെങ്കിൽ ഈ മോഡ്യൂളിലൊക്കെ നിങ്ങൾക്ക് മുൻപ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതും ഒരു ബെനിഫിറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സ്കിൽസൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിന് ഇതിനകത്ത് നിങ്ങളുടെ പേയ്മെൻറ്റ് വരുന്നത് 18,000 രൂപയായിരിക്കും. ഒരു മാസം 18,000 രൂപയായിരിക്കും നിങ്ങളുടെ പേയ്മെൻറ്റ് വരിക. 35 വയസ്സിന് താഴെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ഓൺ ഡേറ്റ് പറയുന്നത് 1/1/2025 35 വയസ്സ് തികയാത്ത ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് ബ്രില്യൻ കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ കൊടുക്കും എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ബ്രില്യൻ കാൻഡിഡേറ്റ്സിന് നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻസ് ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് ഇതിൽ നല്ല രീതിയിൽ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ ഏജ് ലിമിറ്റ് നോക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ 2 നോട്ടിഫിക്കേഷനാണ് MG യൂണിവേഴ്സിറ്റിയിൽ വന്നിരിക്കുന്നത്. ഇതുപോലുള്ള ജോബ് റിലേറ്റഡ് നോട്ടിഫിക്കേഷൻസിൻ്റെ വീഡിയോ നമ്മൾ രാവിലെയും വൈകുന്നേരം 2 വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.